പ്രിയപ്പെട്ടവരെ നമസ്കാരം. തിരുവിതാംകൂറിൻ്റെ ചരിത്രവും പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യയും തുടിച്ചു നിൽക്കുന്ന തച്ചുശാസ്ത്ര വിസ്മയമായ പത്മനാഭപുരം കൊട്ടാരം. പത്മനാഭപുരം കൊട്ടാരം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക മരം കൊണ്ട് തീർത്ത അതിശയകരമായ വാസ്തുവിദ്യയാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്ക് സമീപമാണ് പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഈ കൊട്ടാരം കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ തലസ്ഥാനമായിരുന്നു ഇവിടം. പൂമുഖം സന്ദർശകർ ആദ്യം എത്തുന്ന ഭാഗമാണിത്. ചൈനീസ് ശൈലിയിലുള്ള കസേരകളും കരിങ്കല്ലിൽ തീർത്ത കട്ടിലും പൂമുഖത്ത് നമുക്ക് കാണാം. മനോഹരങ്ങളായ കൊത്തുപണികൾ ചെയ്ത തടി കൊണ്ടുണ്ടാക്കിയ മേൽത്തട്ടിൽ വ്യത്യസ്തങ്ങളായ 90 പൂക്കൾ കൊത്തിവെച്ചിരിക്കുന്നു. കൊട്ടാരത്തിലെ പൂമുഖത്ത് തൂക്കിയിട്ടിരിക്കുന്ന വെങ്കലത്തിൽ തീർത്ത ഒരു കുതിരവിളക്കുണ്ട്. ഈ വിളക്കിലെ തച്ചുശാസ്ത്രം വളരെ വ്യത്യസ്തമാണത്രേ. ശക്തമായ കാറ്റടിക്കുമ്പോൾ ഈ വിളക്ക് ചുറ്റും കറങ്ങുമെങ്കിലും ഇതിലെ തിരികൾ കെട്ടുപോകില്ല എന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. പൂമുഖത്തു നിന്നും നമ്മൾ കയറി എത്തിച്ചേരുന്നത് മന്ത്രശാലയിലേക്കാണ്. രാജാവും മന്ത്രിമാരും യോഗം ചേർന്നിരുന്ന മുറി. രാജാവ് ഭരണപരമായ തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഇവിടെ വച്ചാണ്. ദാരു ശില്പകലാവൈഭവത്തിൽ മുന്നിട്ട് നിൽക്കുന്നവയാണ് മന്ത്രശാലയിലെ തട്ടും മച്ചുകളും എല്ലാം. ഒരു മുഖപ്പ് മാത്രമുള്ള മന്ത്രശാലയ്ക്ക് 11 കിളിവാതിലുകളുണ്ട്. ഊട്ടുപുര. ഒരേ സമയം 2000 ആളുകൾക്ക് സദ്യ നൽകിയിരുന്നത് ഈ ഊട്ടുപുരയിൽ വച്ചായിരുന്നു. 2 നിലകളുള്ള ഊട്ടുപുരയുടെ ഓരോ നിലയിലും 1000 പേർക്ക് വീതം സദ്യ ഉണ്ണാനുള്ള സൗകര്യമുണ്ട്. താഴത്തെ നിലയിൽ സദ്യയ്ക്ക് സൂക്ഷിച്ചിരുന്ന വലിയ ചീനഭരണികൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. തായ് കൊട്ടാരം. പത്മനാഭപുരം കൊട്ടാര സമുച്ചയത്തിലെ ഏറ്റവും പഴക്കച്ചെന്ന കൊട്ടാരമാണ് ദർഭകുളങ്ങര കൊട്ടാരം എന്ന പേരുകൂടിയുള്ള തായ് കൊട്ടാരം. AD 1592 മുതൽ AD 1610 വരെ വേണാട് ഭരണാധികാരിയായിരുന്ന രവിവർമ്മ കുലശേഖര പെരുമാളിൻ്റെ കാലത്താണ് ഈ കൊട്ടാരം പണികഴിപ്പിച്ചത്. 4 കെട്ട് മാതൃകയിൽ പണികഴിപ്പിച്ച ഈ കൊട്ടാരത്തിലെ ഏകാന്ത മണ്ഡപത്തിന് നിരവധി സവിശേഷതകളുണ്ട്. മനോഹരങ്ങളായ കൊത്തുപണികളോടെ വരിക്കപ്ലാവിൻ്റെ തടിയിൽ നിർമ്മിച്ച കന്നിത്തൂൺ നമുക്കിവിടെ കാണാം. കേരളീയ ദാരുശില്പ വൈഭവം വിളിച്ചോതുന്ന ധാരാളം ശില്പങ്ങൾ നമുക്ക് ഈ തായ് കൊട്ടാരത്തിൽ കാണാൻ കഴിയും. നടുമുറ്റത്തിന് സമീപമായി ഒരു ഭൂഗർഭപാത നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഭൂഗർഭപാത ഈ കൊട്ടാരത്തിനടുത്തുള്ള ചാരോട് കൊട്ടാരത്തിലേക്കാണെന്നും അതല്ല ഇതിന് 2-3 കിലോമീറ്റർ അകലെയുള്ള ഉദയഗിരി കോട്ടയിലേക്കാണെന്നും 2 അഭിപ്രായങ്ങളുണ്ട്. ഉപ്പിരിക്ക മാളികയിലെ രാജാവിൻ്റെ ശയനമുറിയിൽ സൂക്ഷിച്ചിരിപ്പുള്ള
ഈ കട്ടിൽ ചരിത്ര പ്രസിദ്ധമാണ്. രോഗശാന്തി നൽകുന്ന 64 തരം ഔഷധ മരങ്ങളുടെ തടികൾ കൊണ്ടാണ് ഈ കട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഡച്ചുകാർ തിരുവിതാംകൂർ രാജാവിന് സമ്മാനിച്ചതാണ് ഈ കട്ടിൽ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിൽ കിടന്നുറങ്ങുന്നത് ആരോഗ്യത്തിനും മാനസിക ഉന്മേഷത്തിനും നല്ലതാണെന്ന് കരുതപ്പെടുന്നു. AD 1601 ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. അക്കാലത്ത് ഇത് കൽക്കുളം കൊട്ടാരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് AD 1750 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കൊട്ടാരം പുനർനിർമ്മിക്കുകയും തൻ്റെ രാജ്യം ശ്രീപത്മനാഭന് സമർപ്പിക്കുകയും ചെയ്തു. ശേഷമാണ് ഈ കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരം എന്ന പേര് ലഭിക്കുന്നത്. 1795 തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നതുവരെ തിരുവിതാംകൂറിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രമായിരുന്നു പത്മനാഭപുരം കൊട്ടാരം. കേരളീയ തച്ചു ശാസ്ത്രത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പത്മനാഭപുരം കൊട്ടാരം. കരിങ്കല്ലും തടിയും ചേർന്നുള്ള നിർമ്മിതിയാണ് ഇവിടുത്തേത്. ചരിഞ്ഞ മേൽക്കൂരകൾ, മനോഹരമായ തടിജനകൾ എന്നിവ ഇവിടുത്തെ പ്രത്യേകതയാണ്. കൊട്ടാരത്തിലെ തറകൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകതരം കൂട്ടുകൾ ഉപയോഗിച്ചാണ്. ചുണ്ണാമ്പ്, കരി, കരിക്കിൻ വെള്ളം, മുട്ടയുടെ വെള്ള, എണ്ണ എന്നിവ ചേർത്തുള്ള ഈ മിശ്രിതം തറകൾക്ക് കണ്ണാടി പോലുള്ള തിളക്കം എപ്പോഴും തണുപ്പ് നിൽക്കുന്നതിനായി സഹായിക്കുന്നു. ഈ കൊട്ടാരത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ആണികളില്ലാത്ത നിർമ്മിതിയാണത്രേ. കൊട്ടാരത്തിലെ ഭൂരിഭാഗം തടികളും കൊത്തുപണികളും മേൽക്കൂരകളുടെ സന്ധികളും എല്ലാം പരസ്പരം ഘടിപ്പിച്ചിരിക്കുന്നത് ഇരുമ്പ് ആണികൾ ഉപയോഗിക്കാതെയാണ്. തടിയിൽ തന്നെ ഉണ്ടാക്കിയ പ്രത്യേക കുറ്റികളും തച്ചുശാസ്ത്രത്തിലെ സങ്കീർണമായ സന്ധികളും ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത്. മനോഹരമായി കൊത്തിയെടുത്ത 2 ആനത്തലകൾ കൊണ്ട് അലങ്കരിച്ച പടികളോടുകൂടിയ അമ്പാരി മുഖപ്പ് നമുക്കിവിടെ കാണാൻ കഴിയും. മഹാരാജാക്കന്മാർ ഉത്സവ ദിവസങ്ങളിൽ തേരോട്ടം വീക്ഷിച്ചിരുന്നതും വിശേഷ ദിവസങ്ങളിൽ പ്രജകൾക്ക് ദർശനം നൽകിയിരുന്നതും ഇവിടെ ഇരുന്നാണ്. ആഘോഷങ്ങൾക്ക് ആനയെ ഉപയോഗിക്കുമ്പോൾ ആനപ്പുറത്ത് ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഇരിപ്പിടത്തെയാണ് അമ്പാരി എന്ന് വിളിക്കുന്നത്. അമ്പാരിയുടെ മാതൃകയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തെക്കേ തെരുവു മാളികയുടെ കിഴക്കേ അറ്റത്തായാണ് പ്രശസ്തമായ അമ്പാരി മുഖപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദ്രവിലാസം കൊട്ടാരം. കൊട്ടാരത്തിലെത്തുന്ന വിദേശ അതിഥികൾക്കും മറ്റ് പ്രമുഖർക്കും താമസിക്കുന്നതിനായി നിർമ്മിച്ച അതിഥി മന്ദിരമാണിത്. കേരളീയ വാസ്തുവിദ്യയിൽ നിന്ന് അല്പം വ്യത്യസ്തമായി വിദേശികൾക്ക് താൽപ്പര്യമുള്ള ചില വിദേശ വാസ്തുവിദ്യാ ശൈലികൾ കൂടി സമന്വയിപ്പിച്ചാണ് ഇന്ദ്രവിലാസം കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. വലിയ ജനാലകളും ഉയർന്ന മേൽക്കൂരയും ഇതിൻ്റെ പ്രത്യേകതയാണ്. തെക്കേ കൊട്ടാരം പ്രധാന കൊട്ടാര സമുച്ചയത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരമാണിത്. നിലവിൽ ഈ കൊട്ടാരം ഒരു ഹെറിറ്റേജ് മ്യൂസിയമായി മാറ്റിയിരിക്കുകയാണ്. പഴയകാലത്ത് തിരുവിതാംകൂറിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങൾ, വലിയ ഭരണികൾ, തടിയിൽ തീർത്ത ഫർണിച്ചറുകൾ, പഴയകാല അളവ് തൂക്ക ഉപകരണങ്ങൾ തുടങ്ങി അതിപുരാതനമായ വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. കാറ്റിൻ്റെ ദിശയും സൂര്യപ്രകാശത്തിൻ്റെ തീവ്രതയും കണക്കിലെടുത്താണ് ഓരോ കെട്ടിടങ്ങളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുറത്ത് എത്ര കടുത്ത ചൂടുള്ളപ്പോഴും കൊട്ടാരത്തിൻ്റെ ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ തണുത്ത കാറ്റ് നമുക്ക് അനുഭവപ്പെടും. പത്മനാഭപുരം കൊട്ടാരം എന്ന് പറയുന്നത് ഒരൊറ്റ കെട്ടിടമല്ല, മറിച്ച് പല കാലഘട്ടങ്ങളായി നിർമ്മിക്കപ്പെട്ട ഒരു കൂട്ടം കൊട്ടാരങ്ങളുടെ സമുച്ചയമാണ്. കൊട്ടാരത്തിലേക്കുള്ള സന്ദർശന സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും
ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4:30 വരെയുമാണ് ഇവിടുത്തെ സന്ദർശന സമയം. തിങ്കളാഴ്ച ദിവസങ്ങളിൽ കൊട്ടാരം അവധിയാണ്. ഈ കൊട്ടാരങ്ങളിലെ ഓരോ അണുവിലും അന്നത്തെ ശില്പികളുടെ വൈദഗ്ധ്യം എടുത്തു കാണിക്കുന്നവയാണ്. കഴിവുറ്റ കലാകാരന്മാർ തടിയിലും കല്ലിലും തീർത്ത ഈ വിസ്മയം കാലദേശാന്തരങ്ങളെ അതിജീവിച്ച് ഇന്നും തലയുയർത്തി നിൽക്കുന്നു. കൊട്ടാരത്തിലെ അന്നത്തെ അടുക്കളയാണിത്. കൂടാതെ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഉൾഭാഗങ്ങൾ വളരെ സങ്കീർണവും ഇടുങ്ങിയതുമായ ഇടനാടികളാൽ നിറഞ്ഞതാണ്. കൊട്ടാരത്തിൻ്റെ ഘടന കൃത്യമായി അറിയാത്ത ഒരു ശത്രുവോ മറ്റു ഉള്ളിൽ കടന്നാൽ എളുപ്പത്തിൽ വഴിതെറ്റുകയും പെട്ടെന്ന് പുറത്തു കിടക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന വിധത്തിലാണ് ഈ കൊട്ടാരത്തിൻ്റെ രൂപകൽപ്പന. കൊട്ടാര സമുച്ചയത്തിനുള്ളിലായി ദ്രാവിഡ ശില്പഭംഗി വിളിച്ചോതുന്ന കരിങ്കല്ലിൽ തീർത്ത സരസ്വതി ദേവിയുടെ ക്ഷേത്രവും നവരാത്രി മണ്ഡപവും കാണാം. ഈ ക്ഷേത്രത്തിന് മുന്നിലായി ഈ കൊട്ടാര സമുച്ചയത്തിലെ ഏറ്റവും ആകർഷകവും സാംസ്കാരിക പ്രാധാന്യമുള്ളതുമായ ഒരു ഭാഗമാണ് സരസ്വതി മണ്ഡപം. കല, സംഗീതം, വാസ്തുവിദ്യ എന്നിവയുടെ ഒരു അപൂർവ സംഗമ ഭൂമിയാണ് ഈ മണ്ഡപം. മണിച്ചിത്രതാഴ് എന്ന സിനിമയിലെ നൃത്തരംഗങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ സരസ്വതി മണ്ഡപത്തിൽ വച്ചാണ്. ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. പത്മനാഭപുരം കൊട്ടാരത്തിലെ നവരാത്രി ആഘോഷങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളതാണ് സരസ്വതി മണ്ഡപം. മഹാരാജാവ് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് ഈ മണ്ഡപത്തിന് ഇന്നത്തെ രീതിയിലുള്ള സാംസ്കാരിക പ്രാധാന്യം കൈവന്നത് എന്ന് പറയപ്പെടുന്നു. പണ്ടുകാലത്ത് നവരാത്രി കാലത്ത് ഇവിടുത്തെ സരസ്വതി പൂജയും വിപുലമായ സംഗീതോത്സവങ്ങളും നടന്നിരുന്നു. ഇന്നും നവരാത്രി കാലത്ത് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന പ്രശസ്തമായ നവരാത്രി ഘോഷയാത്ര ആരംഭിക്കുന്നത് ഇവിടെയുള്ള സരസ്വതി ദേവിയുടെ വിഗ്രഹം എഴുന്നള്ളിച്ചുകൊണ്ടാണ്. മണ്ഡപത്തെ താങ്ങി നിർത്തുന്ന കരിങ്കൽ തൂണുകളിൽ കൊത്തിവച്ചിട്ടുള്ള ശില്പങ്ങൾ അതിമനോഹരമാണ്. നാട്യരൂപങ്ങളും ദേവതാരൂപങ്ങളും ഈ തൂണുകളിൽ ജീവൻ തുടിക്കുന്ന രീതിയിൽ കൊത്തിയെടുത്തിരിക്കുന്നു. ഒറ്റക്കല്ലിൽ തീർത്ത തൂണുകളാണ് ഇതിൽ ഭൂരിഭാഗവും. ഇവിടുത്തെ തറയുടെ നിർമ്മാണം തികച്ചും സവിശേഷത നിറഞ്ഞതാണ്. പ്രത്യേകതരം കൂട്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കറുത്ത തറയ്ക്ക് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ തിളക്കം നഷ്ടപ്പെട്ടിട്ടില്ല. കൊട്ടാരത്തിൻ്റെ പ്രവേശന കവാടത്തിന് സമീപം ഒരു വലിയൊരു പുരാവസ്തു മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. പുരാതന കാലത്തെ കരിങ്കൽ ശില്പങ്ങൾ, രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വാളുകൾ, പരിചകൾ, തോക്കുകൾ തുടങ്ങിയ ആയുധങ്ങൾ, പഴയകാല നാണയങ്ങൾ, രാജകീയ വിളംബരങ്ങൾ, എഴുതിയ ചെമ്പുതകിടുകൾ എന്നിവ ഇവിടെ കാണാം. ചരിത്ര വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഇത്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിൽ എന്തെങ്കിലും ചരിത്രപരമായ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.